പ്രിയ ഷാലോം ടി വി പ്രേക്ഷകരെ, എൻ്റെ അഭിവാദനങ്ങൾ. എല്ലാവർക്കും കർത്താവിൻ്റെ ശാന്തി സന്തോഷം. ഇനി നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം കർത്താവിശോയുടെ അനന്യ ശ്രേഷ്ഠത, ദ യുനീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏത് മതം പരിശോധിച്ചാലും ക്രിസ്തുമതത്തിൻ്റെ അനന്യ ശ്രേഷ്ഠത നമുക്ക് വ്യക്തമാകും. പ്രധാനമായിട്ടും ലോകമതങ്ങൾ 11 മേജർ റിലിജൻസ് ഓഫ് ദ വേൾഡ് ആർ 11. വേറെ ചെറിയ മതങ്ങൾ വരെയൊക്കെ ഉണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആഫ്രിക്കൻ കാടുകളിൽ മറ്റിടത്തൊക്കെ ആയിട്ട്. എന്നാലും മേജർ വേൾഡ് റിലിജൻ എന്ന് പറയാം, ലോകമതം എന്ന് പറയാവുന്ന 11. ഏതാ ഓർക്കാൻ വളരെ എളുപ്പം. ഒന്ന്, വേൾഡ് റിലിജൻ നമ്പർ 1 ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുമതം. ലോക ജനസംഖ്യ 700 കോടിയാണെങ്കിൽ 200 കോടിയിലധികം ക്രിസ്ത്യാനികളാണ്. നമ്പർ 2 യുഡൈസം അല്ലെങ്കിൽ ജൂയിഷ് റിലിജൻ. മൂന്നാമത് പഴം നോക്കിയാലും പ്രാധാന്യം നോക്കിയാലും ജനസംഖ്യ നോക്കിയാൽ ക്രിസ്തുമതം കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം മതം. അത് സെമറ്റിക്, ഈ 3 സെമറ്റിക് റിലിജൻസ് ആണ് അറിയപ്പെടുന്നത്. സെമറ്റിക് റിലിജൻസ് ഓഫ് സെമറ്റിക് ഓറിജിൻ: ക്രിസ്തുമതം, ജുഡൈസം ആൻഡ് ഇസ്ലാം. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ 4 ലോകമതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. 1 ഹിന്ദു, 2 ബൗദ്ധ, 3 ജൈന, 4 സിഖ്. SIKH, സിഖുകാർ, തലയപ്പെട്ടുള്ളവർ. പാർസികൾ ഇന്ത്യയിൽ അല്ല ഉത്ഭവിച്ചെങ്കിൽ പേർഷ്യയിലാണെങ്കിലും പാർസി മതത്തിനും ജീവൻ നൽകിയവരും പ്രചാരം നൽകിയതൊക്കെ അല്ലെങ്കിൽ നിലനിർത്താൻ സഹായിച്ചതൊക്കെ ഇന്ത്യക്കാർ. അപ്പോൾ 5 പാർസി, ഇപ്പം 5 3 8ആയി. പിന്നെ 3 മതങ്ങൾ ചൈനീസ്, ജാപ്പനീസ്. ചൈനീസ് റിലിജൻ എന്ന് പറയാം. ചൈനയിൽ ബുദ്ധമതം ഉണ്ടെങ്കിലും ബുദ്ധമതം വേറെ ഇന്ത്യൻ ഒറിജിനാണല്ലോ. ചൈനയിലുള്ള പിന്നെ ടവോയിസം, കൺഫ്യൂഷനിസം, കുൻഫൂസെ. പിന്നെ ഒരു ജാപ്പനീസ് ഒറിജിൻ ഉള്ളൊരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ഷിൻതാവോ. അപ്പോൾ ഈ 11 മതങ്ങൾ ഞാൻ കുറേയെല്ലാം ഈ മതങ്ങളെല്ലാം പറ്റിയെല്ലാം കുറേ യൂണിവേഴ്സിറ്റിയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പം അതെല്ലാം നമ്മൾ പരിശോധിച്ചാലും നിഷ്പക്ഷമായിട്ട് നോക്കിയാൽ, ജനസംഖ്യ നോക്കിയാലും, അതേ മതത്തിൻ്റെ ആന്തരിക സത്ത നോക്കിയാലും, യുക്തിഭദ്രത നോക്കിയാലും, പലതരത്തിലും, പിന്നെ നേതൃത്വം പരിഗണനയാലും ക്രിസ്തുമതത്തിന് എല്ലാ മതങ്ങളെക്കാൾ ഉന്നതമായൊരു ശ്രേഷ്ഠതയുണ്ട്. അനന്യ ശ്രേഷ്ഠത, യുനീക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതിൽ പ്രധാനം നമ്മുടെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല, നമ്മുടെ നേട്ടം കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ക്രിസ്തുമതത്തിൻ്റെ പ്രാമുഖ്യത്തിന്, യുനീക്നെസ്സിന് കാരണം, അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, കർത്താവിശോ ദൈവമാണ്. ദൈവം തന്നെ മനുഷ്യനായിട്ട് അവിടുത്തെ ദൈവത്വത്തിന് യാതൊരു കോട്ടവും തട്ടാതെ മനുഷ്യത്വം കൊണ്ട് സ്വീകരിച്ച്, മറ്റൊക്കെ പറഞ്ഞാൽ നല്ല സുന്ദരനായൊരു മനുഷ്യൻ, ആരോഗ്യവാന മനുഷ്യൻ, നല്ലൊരു ഷർട്ട് ഇട്ട പോലെ അവിടുത്തെ കർത്താവിൻ്റെ ദൈവത്വത്തിന് യാതൊരു ഭംഗം കൂടാതെ കർത്താവിശോ മനുഷ്യത്വം കൊണ്ട് സ്വീകരിച്ച് ആ മനുഷ്യത്വവും ദൈവത്വവും അവിഭേദ്യമായി ബന്ധിക്കപ്പെട്ട് ഒന്നിച്ചു ചേർന്ന് അവിടെ ജീവിച്ചു. അപ്പം ക്രിസ്തു മറ്റുവാക്കിൽ പറഞ്ഞാൽ മനുഷ്യരൂപേണ ദേവശ്ചാര, ഇംഗ്ലീഷിലുമൊക്കെ സംസ്കൃതത്തിൽ പറയാറുള്ള പോലെ മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം തന്നെയാണ് ഭൂമിയിൽ സഞ്ചരിച്ചത്. അതാണ് ഈശോ മിശിഹ. അപ്പോൾ സ്വർഗത്തിൽ കർത്താവിശോ മിശിഹായുടെ ദൈവത്വം, ദൈവമനുഷ്യൻ, അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണ്. ആ ദൈവത്വമാണ് ക്രിസ്തുമതത്തിൻ്റെ അനന്യ ശ്രേഷ്ഠതയ്ക്കുള്ള പ്രധാനമായ കാരണം. പിന്നെ കർത്താവിശോ മിശിഹ അവിടുന്ന് എന്താണ് ഈശോയെ പറ്റി പറയുന്നത്? അതോ നമ്മളെ പറ്റി പിൽക്കാലത്ത് വല്ല ആളുകൾ, ശിഷ്യന്മാരോ അനുയായികളോ കർത്താവിൽ കെട്ടിച്ചമച്ചതോ മറ്റാണോ ഈ അവിടുത്തെ ദൈവത്വം? അല്ല, ഒന്നുമല്ല. നമുക്ക് സുവിശേഷങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മൾ മുമ്പേ കണ്ടല്ലോ. സുവിശേഷങ്ങൾ മാത്യു, മാർക്ക്, ലൂക്ക്, യോഹന്നാനെല്ലാം 4 റിപ്പോർട്ടേഴ്സ് 4 എഴുതുന്ന പോലെ യഥാതഥം എഴുതിയിട്ടുള്ളതാണ്. സുവിശേഷങ്ങൾ വായിച്ചു നോക്കി കർത്താവ് തന്നെ പറയുന്നു. കർത്താവിനെ പറ്റി പറയുന്നതാണ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വാസ് ഗോഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. വേർഡ് W ക്യാപിറ്റലായിട്ട് പ്രത്യേകിച്ച് ലോഗോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന് തർജ്ജമ ഏതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവിശോ, ദൈവത്തിൻ്റെ 2ാമത്തെ ആൾ. പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അല്പം ഗ്രഹിച്ചാലേ
കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യാവതാരവും ഒക്കെ പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റൂ. എന്നാലും വേണ്ടിയല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള മൂന്ന് ആളുകളുണ്ടെങ്കിലും ഒറ്റ ദൈവം, ഒരൊറ്റ ദൈവത്തിൽ മൂന്നാളുകൾ. അത് ഗ്രഹിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല, ഗ്രഹിക്കാൻ പറ്റുകയല്ല. വാസ്തവ ദൈവിക മിസ്റ്ററി, ദിവ്യ നിഗൂഢ രഹസ്യം അങ്ങേ ലോകത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമ്മൾ ഗ്രഹിക്കൊണ്ട് പോകണം. ഏതാ നമുക്കറിയാം, പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മൂന്ന് പേർക്കും ഒരേ സത്ത, ഒരേ പ്രവർത്തനങ്ങൾ. നമ്മൾ മൂന്ന് പേരിരിക്കുമ്പോൾ നമ്മൾ മൂന്ന് സത്തയാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ സത്ത, ഒരേ പ്രവർത്തനം. അതുകൊണ്ടാണ് ഇൻകാർണേഷൻ, റിസറക്ഷൻ എക്സെട്ര ആറ് കോമൺ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധത്തിൻ്റെ കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളാണിത്. ഓംനിയാസ് വന്ന് ഊനും ഊബി നോൺ വിയ ഓബ്യാത്ത് റിലാസിയോണിസ് ഓപ്പോസിയോ. റിലേഷൻ്റെ ഓപ്പോസിഷൻ നീക്കിയാൽ എല്ലാവരും വരും. ഏത് പിതാവാണ്, പുത്രനാണ്. നിത്യമായ ജനനം പിതാവിൽ നിന്ന്, പുത്രൻ നിത്യമായി ജനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഗ്രഹിക്കാൻ വിഷമാണ്. അതിന് അധികം കടക്കാൻ പോകുന്നില്ല. പോട്ടെ. ഏതായാലും കർത്താവിശോയുടെ ദൈവത്വം സുവിശേഷങ്ങളുടെ ആരംഭം മുതലേ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്നു. ആണ്. പിന്നെ ദൈവം ഈശോയുടെ മുൻഗാമിയായ സ്നാപകൻ എന്താ പറഞ്ഞത്? ബിഹോൾഡ് ദി ലാംബ് ഓഫ് ഗോഡ് ഹൂ ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. നമുക്ക് മനുഷ്യലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെല്ലാം നീക്കി മനുഷ്യഹൃദയങ്ങളെ പരിശുദ്ധമാക്കി തീർക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ കേട്ടോ. സുവിശേഷം 1-ാം അധ്യായം 1:29. പിന്നെ കർത്താവ് ഈശോയുടെ മകനങ്ങളിൽ കിടന്നാലോ, ഞാനും പിതാവും ഒന്ന് ഉണ്ടോ? അപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള ആ കോൺസെപ്റ്റ് പക്ഷേ ക്രൈസ്തവതയുടെ മണ്ഡലങ്ങളിൽ ഇത്ര ഗ്രാഹ്യമല്ല, എല്ലാവർക്കും ഗ്രാഹ്യമല്ലെങ്കിലും ദിവ്യ മിസ്റ്ററിയാണെന്ന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കുമ്പോഴേ. അപ്പോൾ പിതാവും ഞാനും ഒന്നെന്ന് പറഞ്ഞപ്പോൾ കർത്താവിശോ വ്യക്തമായി പറയുന്നത് എന്താണ്? ഐ ആം ഗോഡ് ആണ്. പിതാവിനേക്കാൾ വലിയവനാണെന്ന് എടുത്ത് പറയച്ചെടുത്തുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ അടുത്ത മനുഷ്യത്വം പരിഗണിച്ചാൽ ഈശോ പിതാവിൽ നിന്ന് താഴെയാണെന്ന് തന്നെ പറയാം. അതാ മനുഷ്യത്വം, പൂർണ്ണ മനുഷ്യൻ. അവിടെ ദൈവത്വം പരിഗണിച്ചാലോ അവിടെ ദൈവമാണ്. ഉദാഹരണത്തിന് ലാസറിൻ്റെ ശവകുടീരത്തിൽ ദുഃഖിതനായി കരഞ്ഞ ഈശോ മനുഷ്യൻ നിലയിൽ കരയുന്നു. അവിടുത്തെ ദൈവിക ശക്തി പ്രയോഗിച്ചുകൊണ്ട് ദൈവം നിലയ്ക്ക് അവിടുന്ന് മരിച്ചുപോയ ലാസറയെ പുറത്തുവരിക എന്ന് പറഞ്ഞ് ഉയർത്തുന്നു. മനുഷ്യൻ്റെ നിലയിൽ അവിടുന്ന് കുരിശിൽ കിടന്ന് പിതാവേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചൊന്ന് മനുഷ്യ പ്രാർത്ഥന സങ്കീർത്തനം ഇരുത്തണ്ട. എന്നാൽ തന്നെയും മനുഷ്യൻ നിലയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിലയിൽ അവിടെ നേരത്തെ അരുളി ചെയ്തിരുന്ന പോലെ ഈ ദേവാലയം തകർക്കുകയും 3-ാം ദിവസം ഞാൻ വീഴുന്ന പണിയാമെന്ന് പറഞ്ഞ് അതുപോലെ അവിടുത്തെ നേരെ വാഗ്ദാനം ചെയ്തതുപോലെ പോലെ മരിച്ചിട്ട് 3-ാം ദിവസം സ്വശക്തിയാ കർത്താവിശോ ഉയർത്തെഴുന്നേറ്റു. ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ഓർ ഹാസ് റിസൺ, ക്രൈസ്റ്റ് ഹാസ് ബീൻ റേസ്ഡ് ഉള്ളത് ഒരു ഹെരറ്റിക്കൽ ട്രാൻസ്ലേഷനാണ്. ഹാസ് ബീൻ ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഹാസ് റിസൺ, ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. ഈശോയുടെ അത്ഭുതങ്ങൾ പറഞ്ഞു. പാപവിമോചകൻ, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ദൈവത്തിനല്ലാതെ ആർക്കും പറ്റിയല്ല. കർത്താവ് ഈശോ എന്താ ചെയ്തേ? അവിടെ മത്തായി സുവിശേഷം 9-ാം അധ്യായം വായിച്ചു നോക്ക്. 4 പേര് ചേർന്ന് ഒരു കുരുടനെ ഒരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വരുന്നു. അവർക്ക് അങ്ങോട്ട് കടക്കാൻ പാടില്ലാഞ്ഞിട്ട് വീട്ടിന് അടുക്കളയിൽ കയറിയിട്ട് വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി നേരെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കട്ടിലോടുകൂടി ഇറക്കുന്നു. ആ തളർവാദ രോഗി എങ്ങനെ ചുരുണ്ടുകൂടി ഒരുമാതിരി മൃതനായിട്ട് കിടക്കുന്നു. എങ്കിലും ചുവന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസദാർഢ്യം കണ്ടുകൊണ്ട് ഈശോ തളർവാദ രോഗി പറയുന്നു, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പാള് വിചാരിക്കുക, ഇതിനാണോ ഈ ചുമടെല്ലാം ചുവന്നുകൊണ്ട് ഇവിടെ വന്നത്? അപ്പോഴവരുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശോ എന്താ പറയുന്നത്? മത്തായി സുവിശേഷം അധ്യായം 9 ഈശോ ചോദിക്കുന്നു, അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്ന് തിന്മ വിചാരിക്കും. എന്നിട്ട് പറയുന്നു, ഏതാണ് എളുപ്പം, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതാണോ, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതാണോ? ഏതാണ് എളുപ്പം?
ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. എന്ത്? നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നീ നടക്കുക ദൃശ്യമായിട്ട് കാണും. ഇപ്പം ഒരു വാക്കിവിടെ ഏതാണ് എളുപ്പം? അതൊരു അല്പം പ്രശ്നമായിട്ട് ചോദ്യം അല്ലേ? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പം? എഴുന്നേറ്റ് കിടക്കയും എടുത്തുകൊണ്ട് നടക്കാണ് എളുപ്പം? എളുപ്പം നോക്കിയാൽ ഒരു വിലയല്ലേ? അതിൻ്റെ 6 സിലബിൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുക. അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നതല്ല വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഏതാണ് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്, അല്ലെ എളുപ്പം പറയാനുള്ള എളുപ്പമൊക്കെയല്ല. പാപം ഒന്നാമത് ആത്മാവിൻ്റെ പാപങ്ങളെല്ലാം മാറ്റി, ആത്മാവിൻ്റെ കളങ്കമെല്ലാം മാറ്റി ആത്മനൈർമല്യം കൊടുത്ത ശേഷമാണ് ഈശോ ഇവന് ശരീരത്തിന് ആരോഗ്യം കൊടുക്കാൻ പോകുന്നത്. ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപങ്ങളും ശരീരത്തിൻ്റെ ബലഹീനതയെല്ലാം പരസ്പര ബദ്ധങ്ങളാണെന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയാണ് ഈശോ. അതായത് വേണ്ടിയല്ല, എനിക്ക് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾക്ക് കാണുകയോ പാപമോചിരിക്കുന്നതിനാൽ കാണാൻ പറ്റിയല്ലോ ആ പാപമോചനം. അതായത് ഈശോ അപ്പം ചുരുക്കത്തിൽ ഏതാണ് എളുപ്പം, കൂടുതൽ എളുപ്പം? അതായത് എളുപ്പം പാപങ്ങൾ മോചിരിക്കുന്നു പറയുന്നതാണോ നിന്നെ കിടക്കയെടുത്തുകൊണ്ട് നടക്കാം? അവിടെ ആ എളുപ്പം എന്നുള്ള വാക്കിന് പകരം ഏതാണ് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. എന്നിട്ട് ഈശോ പറയുന്നു, മനുഷ്യപുത്രൻ എനിക്ക് പാപമോചനാധികാരമുണ്ടെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പറയുന്നു. എന്ത്? തളർവാദി രോഗിയോട് പറഞ്ഞ് എൻ്റെ കിടക്കയും എടുത്തേറ്റ് നടക്കുക. കണ്ടോ? അവൻ ചാടി എഴുന്നേറ്റ് 4 പേര് എറിഞ്ഞ് ഒന്നുകൊണ്ട് വന്നേ അവൻ സന്തോഷമായി പാപവിമുക്തനായി വീട്ടിലേക്ക് നടന്നു. അപ്പോൾ പാപവിമോചനം ദൈവമല്ലാതെ മറ്റുള്ളവർക്ക് സാധ്യമല്ല. ദൈവത്തിന് എല്ലാ അധികാരമല്ല അവർക്ക് പാപം മോചിക്കാൻ. 2 പിന്നെ കർത്താവ് ഈശോയുടെ അത്ഭുതങ്ങൾ, എത്രയോ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചു. മിറക്കിൾസ് ഓഫ് ഹീലിംഗ്, കുരുടന് കാഴ്ച, കുഷ്ഠരോഗികൾക്ക് ശുദ്ധത, അന്ധന്മാർക്ക് ബധിരന്മാർക്കെല്ലാം കേൾക്കാനുള്ള ശക്തി, പിന്നെ പ്രകൃതി മേലുള്ള അപ്പം വർദ്ധിപ്പിക്കുന്നത്, വയലിന് പ്രക്ഷുബ്ധമായ ഗലീലിയ തടാകത്തെ ശാന്തമാക്കുന്നു. അതിനുശേഷം പിന്നെന്ത്? അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എന്ത്? മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന താനാണെന്ന് കാണുന്നതിനൊരു സൂചനയായിട്ട് 3 പേരെ കർത്താവ് ലോകത്തിലുള്ള എത്ര പേരെ വേണമെങ്കിൽ ഉയർപ്പിക്കാൻ പറ്റും. പക്ഷേ സാമ്പിളിന് സ്ഥലീപുലാകം ന്യായം അനുസരിച്ച് ചോറ് വെന്തു നോക്കുകയാണെങ്കിൽ ഈ കാലത്തിൽ ചോറ് കൊണ്ട് തീർക്കണ്ടല്ലോ. അതുപോലെ കർത്താവ് 3 പേരെ സാമ്പിളിന് ഉയർപ്പിച്ചു. എന്നിട്ട് ശേഷം ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? കർത്താവ് ഈശോയുടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ്. അവിടുന്ന് ജെറുസലേം ദേവാലയം എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശുചീകരണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ വന്ന് ചോദിച്ചു, നീ ദൈവമാണെന്നുള്ള എന്ത് തെളിവോ? ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ മനോഹര ദേവാലയം തകർക്കുവേൻ, 3 ദിവസത്തിനകം ഞാനൊരു പുനരുദ്ധരിക്കും. ഇത് പുനരുദ്ധരിക്കപ്പെടുമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ആർക്ക് ഈ ദേവാലയം പണിയപ്പെടുമെന്നല്ല, ഞാനൊരു പുനരുദ്ധരിക്കും. സുവിശേഷം പറയുന്നുണ്ട് ശരീരത്തെ കർത്താവ് വിശ്വപ്പം ഉദ്ധരിക്കുന്ന തന്നെയാണ്. കർത്താവ് വിശ്വാസിയെ ഉയർപ്പിക്കപ്പെടുകയല്ലേ ചെയ്ത്, ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്ത്. നമ്മുടെ സുറിയാനി തർജ്ജമ 1-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കിൻ്റെ തർജ്ജമയാണ്. ഗ്രീക്കും സുറിയാനിയും ഒരുപോലെ മാതൃഭാഷയുണ്ടായിരുന്നു. എങ്ങനെ എഴുതിയേ? മിശിഹ കാമിൻ ബെസ്റ്റ് മിസേ, കർത്താവ് വിശ്വാസിയ മരിച്ചെഴുന്ന് ചാടി എഴുന്നേറ്റു, അല്ലാതെ ആരെ ഉയർപ്പിച്ചതൊന്നുമല്ല. കർത്താവ് തന്നെ മരിച്ചിട്ട് സ്വയം ശക്തിപൂർവ്വം പിതാവിനോട് പരിശുദ്ധാത്മാവിനും കൂടി ഏകദൈവമായ ഈശോയ്ക്ക് ഉയർത്തെടുക്കാൻ പറ്റും. ആർക്കാണ് ഉയർത്തെടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ഉയർപ്പ് കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ? മരിച്ച് 3-ാം ദിവസം ഈശോയുടെ കാര്യം കഥ കഴിഞ്ഞു എന്നോർത്തോണ്ടിരുന്നവരെ മതപ്രായരായി നോക്കി നിന്നപ്പോൾ പ്രതാപവാനായി ഈശോ ഉയർത്തെഴുന്നേറ്റു. അന്ന് മുതൽ സ്ത്രീമാർ വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ ഈശോയെ വധിച്ചു, ഈശോ വീണ്ടും ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേരിക്കുന്നു. ക്രൈസ്റ്റ് ഹാസ് റിസൺ, ക്രൈസ്റ്റ് ഹാസ് കം ബാക്ക് ആൻഡ് ക്രിസ്തുസ് യേസുസ് അനസ്താസി ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ എന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രഘോഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സുവിശേഷങ്ങൾ, ഒക്കേഷണൽ റൈറ്റിംഗ്. അല്ലാതെ 10-50 വർഷം കഴിഞ്ഞ് എന്താ എഴുതുന്ന ഓർത്തൊന്നുമല്ല. അന്ന് മുതലേ പ്രഘോഷിച്ചിരുന്നത് സെക്രട്ടറിമാർ നോട്ടെടുത്തുനിന്ന് ഇവർ തന്നെ എഴുതിയിരുന്ന കാര്യങ്ങളാണ് സുവിശേഷങ്ങളായിട്ട് പിന്നെ പിൽക്കാലത്ത് വന്നത്. അപ്പോൾ സുവിശേഷങ്ങൾ നമ്മൾ നേരത്തെ സൂചിച്ച പോലെ തീർച്ചയായിട്ടും ആരെല്ലാം എന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് അക്ഷരശ അനുവർത്തവ്യമാണ്, അക്ഷരശ വിശ്വാസ്യമാണ്. അപ്പോൾ കർത്താവിശ്വയുടെ ദൈവത്വം ഏറ്റവും വലിയ തെളിവ്. കർത്താവിശ്വ ദൈവമായതുകൊണ്ട് ആ ദൈവത്തെ അറിയുവാനും എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് കുരിശിൽ തൂങ്ങി. ക്രിസ്ത്യാനിറ്റി സ്റ്റാൻഡ്സ് ഫാർ എബവ് ഓൾ റിലിജൻസ്. അവിടെ
ആ ക്രിസ്തുവിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ക്രിസ്ത്യാനികളുടെ സ്വന്തവുമില്ല, കർത്താവിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കർത്താവ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ചോദിച്ചത്. അതുകൊണ്ടല്ലോ ചില പല സമ്മേളനങ്ങൾ ക്രൈസ്തവരല്ലാത്തവർക്ക് പോലും ദൈവം കർത്താവ് വിശ്വാസം എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്നു. അവിടെ ഞാൻ ഈ ലൂർദിലും മറ്റിടത്തും പല രംഗങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ പലയിടത്തും എത്ര ക്രൈസ്തവേതരർക്ക് തന്നെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു. അവിടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ എല്ലാവരെയും സ്വർഗത്തിലേക്കും അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനും പിന്നെ അവർക്ക് അനുഗ്രഹ ശക്തി കൊടുക്കാനും കൂടെ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചതും പാടുപീടുകൾ സഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും. ആ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ് വിൽ ബി ദ കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യാനി. പിന്നെ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും വിശ്വാസത്തിലാത്തതിന് ആടികളയുന്ന ഞങ്ങളെ പോലെയാണ്. ബി കെയർഫുൾ, ബി കൺവിൻസ്ഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് മാൻ. ഹി ഹാസ് എ ഡബിൾ നേച്ചർ, ഹ്യൂമൻ നേച്ചർ ആൻഡ് ഡിവൈൻ നേച്ചർ. അതാണ് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിൽ അങ്ങ് ദൂരെ ഇറാഖിലെ എഫ്രൈം പുണ്യാൻ പാടി സഹദീനന്മാർ ലാലാഹുസാ വൽനാശുസാ മനുഷ്യത്വവും ദൈവത്വവും ഒന്നിച്ച് സമ്മേളിച്ച് ഒന്ന് കൂടിക്കൊടിയല്ല, പ്രത്യേകം വ്യത്യസ്തമായി ഒന്നിച്ച് അനുബദ്ധമായിരിക്കുന്ന ആ പരിശുദ്ധ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. 3-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ജീവിച്ചിരുന്ന എഫ്രൈം പുണ്യാൻ. ഇതുതന്നെയാണ് സഭയുടെ അനുശ്ചിതമായ പ്രബോധനവും പ്രാക്ടീസും. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി എല്ലാവരുടെയും രക്ഷകനായി സർവ്വലോക രക്ഷകനായി ലോകത്തിൽ വന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവേ ലോക സുഖിനോ ഭവന്തി, എല്ലാ മനുഷ്യരും സുഖാന്മാരായി ജീവിക്കട്ടെ എന്ന് ആദ്യകാലങ്ങൾ മുതൽ പാടിക്കൊണ്ട് ഈ ഭാരതത്തിലേക്ക് കർത്താവ് വന്നത് എന്തിനാണ്? നമുക്കെല്ലാവർക്കും ആ സുവിശേഷത്തിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടിയാണ്. സർവേ സന്ത് നിരാമയ, ആർക്കും ആപത്തുണ്ടാകല്ലേ എന്നാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ പുരാതനമായ പ്രാർത്ഥന. ക്രിസ്തുമതത്തിൻ്റെ അംഗങ്ങളല്ലാത്തവരും സ്വർഗത്തിൽ പോയില്ലെന്ന് വല്ലതും ഞാൻ സൂചിപ്പിക്കുന്നുണ്ടോ? അതിൽ അങ്ങനെ എൻ്റെ ഒരു സൂചനയുണ്ടോ? അതായത് ക്രിസ്തുവിനെ അറിയുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളാണ്, തീർച്ചയാണ്. പക്ഷേ അങ്ങനെ അതിന് ഭാഗ്യം കിട്ടാത്തവരോ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരാണോ? ഇല്ല, ഒരിക്കലുമില്ല. ക്രിസ്തുവിനെ അറിയാത്തവർ അവരുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് അവരുടെ തത്വങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും. കാരണം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം, സൗഭാഗ്യം അനുഭവിക്കണം എന്നുള്ള ആ ലക്ഷ്യം വെച്ചാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തിമത്തി സെക്കൻഡ് ലെറ്റർ സെക്കൻഡ് ചാപ്റ്റർ 4. അപ്പം എന്നാൽ പിന്നെ എന്താണ് നമ്മുടെ സുവിശേഷം പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ നന്നായിട്ട് അറിയാനുള്ള ഭാഗ്യം ലഭിച്ച് നമ്മുടെ ചുമതലയാണ് ഈ കർത്താവ് ആരാണെന്ന് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക. ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ദ വേൾഡ് ആൻഡ് മേക്ക് ദം മൈ ഡിസൈപ്പിൾസ് ബൈ ബാപ്റ്റൈസിങ് ദം ഇൻ ദ ഫാദർ ആൻഡ് സൺ, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് സൺ ഹോളി സ്പിരിറ്റ്. അത് നമ്മളാരെയും നിർബന്ധിക്കരുത്, നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക, സുവിശേഷം പ്രചരിപ്പിക്കുക നമ്മുടെ ചുമതലയാണ്. മനസ്സുള്ളവൻ, ദൈവാനുഗ്രഹമുള്ളവൻ അത് സ്വീകരിക്കട്ടെ. അല്ലാതെ സ്വീകരിക്കാത്തവൻ നരകത്തിൽ പോകുമെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ ചുമതലയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അതിന് കാരണമുണ്ട്. മറ്റു മതങ്ങളിലും മറ്റുള്ള നല്ല മൂല്യങ്ങളൊക്കെ അറിയാവുന്ന ദൈവം തന്നെയാണ് നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത്. പിന്നെ മറ്റുള്ളവരെ വിധിക്കാനുള്ള ആളല്ല നമ്മൾ. എങ്കിലും നമ്മുടെ ചുമതല ഇതാണ്, ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയാനും ക്രിസ്തുവിൻ്റെ സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ചവരായ നമ്മുടെ കർത്തവ്യമാണിത് വിശേഷ പ്രഘോഷം. പിന്നെ വേറെ ചോദ്യം. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇപ്പോഴും ഇത്രയും 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും 200 കോടി ജനങ്ങൾ ക്രിസ്ത്യാനികളല്ലാത്തവരുണ്ടല്ലോ. അപ്പം അവരെപ്പറ്റി എന്ത് പറയുന്നു? സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത ആളുകൾക്ക് പോലും ഈ സുവിശേഷ പ്രഘോഷത്തിന് എങ്ങനെ സാധ്യത വരും? അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ദൈവം എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവും രക്ഷകനും പരമാന്തിയുമാണ്. ഐ ആം ദി ആൽഫ ആൻഡ് ഒമേഗ, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. നമുക്ക് നമ്മുടെ സന്ദേശം, കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുക നമ്മുടെ ചുമതലയാണ്. അവർക്ക് ഇപ്പം കർത്താവിശോയെ ഏകദൈവമായി സ്വീകരിക്കാനുള്ള ഗ്രേസ് കൃപാവരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കാരണം മൈൻഡ് തന്നെ, ബുദ്ധി തന്നെ പ്രവർത്തിച്ചാൽ പോരാ, ഹൃദയം കൂടെ പറയണം. അതുകൊണ്ട് പാസ്കൽ പറയുന്ന പോലെ ഹാർട്ട് ഓൾസോ ഹാസ് ഇറ്റ്സ് റീസൺ. അതുകൊണ്ട് എന്നാൽ നമ്മുടെ ചുമതല ഇതാണ്, നിങ്ങൾ പോവുകയും നിങ്ങൾ പ്രസംഗിക്കുകയും നിങ്ങൾ ജീവിക്കുന്ന സുവിശേഷങ്ങളാകുകയും ദൈവം തന്നെ സുവിശേഷത്തിന് അനുഗുണമായിരിക്കണം. അതുപോലെ പറ്റുന്ന വിധത്തിലും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും ആർക്കും ഒഫൻസ് വരാതെയും നമ്മൾ സുവിശേഷം പ്രചരിപ്പിക്കുക.
അത് സ്വീകരിക്കാൻ മാത്രം ഗ്രഹിച്ചുള്ളവൻ പോവുക. ചില സംശയം ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ക്രിസ്തുമതത്തിൻ്റെ ആ വിശ്വാസത്വങ്ങളെപ്പറ്റി അറിയാൻ പാടില്ലാത്തവർ, പ്രത്യേക ഗ്രേസ് കിട്ടാത്തവർ, കൃപാവരമില്ലാത്തവർ, ക്രിസ്തുമതത്തിലേക്ക് വരാൻ പറ്റാത്തവർ, അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ ക്രിസ്ത്യാനികളുടെ സമീപനം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? തീർച്ചയായിട്ടും ഒറ്റ വാക്കിൽ പറയാം, എല്ലാവരെയും സ്നേഹിക്കുവാൻ കൽപ്പിച്ച ദൈവം, അതിനായി സന്ദേശം പൂർത്തിയാകാൻ ലോകത്തിൽ എഴുതിച്ച കർത്താവ് വിശ്വസിച്ചാട് സന്ദേശം അനുസരിച്ച് ക്രിസ്തുമതത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റാത്തവരും അതിനുള്ള ഗ്രഹിച്ച് കിട്ടാത്തവരെയെല്ലാം നമ്മൾ സഹോദരങ്ങളായിട്ട് തന്നെ സങ്കല്പിക്കുക, അങ്ങോട്ട് പരിഗണിക്കുക. കാരണം എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത്, എല്ലാവർക്കും വേണ്ടി അവിടുന്ന് സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു വിശ്വസാഹോദര്യം, സർവേ ലോകാ സുഖിനോ ഭവന്തു, ലോകൈക വസുധൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പ്രഘോഷിക്കുന്ന ഈ നാട്ടിൻ്റെ മക്കളായ നമ്മൾ എല്ലാ മനുഷ്യരെയും, കർത്താവിശ്വയുടെ പ്രിയപ്പെട്ടവരായ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരെയും നമ്മുടെ സഹോദരങ്ങളായി പരിഗണിക്കുകയും അവർക്ക് നന്മ ആശംസിക്കുകയും അവർക്ക് കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും പിന്നെ കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവരോടും സ്നേഹമായി വർത്തിക്കുക. കർത്താവുകളെല്ലാവരും സർവേ ലോക സുഖിനോ ഭവന്തു, സർവേ സന്തു നിരാമയ, വസുധൈവ കുടുംബകം. കർത്താവിശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.